ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടുന്ന് സലാലയിൽ നിന്ന് ജബൽ അയ്യൂബ് കാണാൻ പോകണം. പിന്നെ അതിൻ്റെ തൊട്ടുള്ള പ്രദേശങ്ങൾ എല്ലാം കാണാൻ പോകണം. നമ്മൾ താമസിച്ച റൂമാണ് അങ്ങോട്ട് കാണിച്ചു കൊടുത്ത് ഇന്നലെ കിട്ടിയ ഗിഫ്റ്റ് എല്ലാം വലിച്ച് പൊട്ടിച്ച് എല്ലാം അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി വന്നിട്ട് നല്ലോണം അങ്ങ് ഉറങ്ങി. പോവാ ചാർജർ പവർ ബാങ്ക് ചാർജർ എല്ലാം എടുത്ത് വെച്ചു. ഫുഡ് കഴിക്കണ്ടേ? ഇനി എന്നാ ചോറ് തിന്നല്ലേ? അതാ നല്ലത്. അല്ലെങ്കിൽ വാ വാ വാ, ടൈം കളയല്ല. നമ്മൾ ടാക്സിക്കാണ് പോകുന്നത്. നമ്മളൊരു ടാക്സി ഏർപ്പാടാക്കിന്. കാരണം ജബൽ അയ്യൂബിലേക്കൊന്നും നമ്മൾ സൈക്കിളും കൊണ്ട് നടക്കൂല. ഫുള്ള് കേറ്റാ. സൈക്കിളും കൊണ്ട് നടക്കേണ്ടി വരും, തള്ളി കയറ്റേണ്ടി വരും. ഒളിപ്പോ കെട്ടി വെച്ചത് ഒരു വെള്ളോട് തൊഴുമ്പെന്നുണ്ടെങ്കിൽ വരുന്നത് ഒരിക്കലും കഴിയാത്ത രീതിയിൽ കെട്ടണം. എന്റെ പൊന്നാമി കുഞ്ഞാമി ഒന്ന് ഇട്ടിട്ട് ഇറങ്ങുന്ന്. ഓക്ക് വേറെ ആരെങ്കിലും ലേഖടിക്ക് ഇതാക്കുമ്പോ ഭയങ്കരമായിട്ട് ഒക്കിഞ്ഞ് ഇതായി വരുവേ. ലേഖടിക്കല്ല അങ്ങനെ ഇങ്ങനെ നിറച്ചിട്ട് ഭയങ്കര ദേഷ്യമായിരിക്കും. പക്ഷെ ഓള് കാണിച്ചു കൂട്ടുന്നതിന് ഒക്കെ ഒരു കുഴപ്പമില്ല. ആലോചിച്ച് കുറച്ച് വരും. ഒന്ന് സൈഡിലോട്ട് അങ്ങ് ഇതാക്കിയാ പോരെ. അതെന്തിനാ ഇനി ഇടുന്നേ? ഇപ്പൊ വണ്ടിയിൽ അങ്ങ് വെച്ചാ പോരെ. താഴത്ത് ഇപ്പൊ 7 മിനിറ്റ് പറഞ്ഞു. ടാക്സി ഹായ് ഗുഡ് ചാച്ച. You home from this place, huh? हाँ. This is the same Sada. Sada? No, Sada I'm going to yesterday Nesto. Nesto. I waiting in this same place. I send your location. Okay. But in second send location. हाँ. Okay, you go some I Nubia Youth, huh? हाँ. Nubia Youth. Go bus 1 hour, pick come back. 1 hour? Huh? Okay. Okay. നമ്മളിനി നേരെ പോകുന്നത് ജബൽ അയ്യൂബിലേക്കാണ്. ജബൽ അയ്യൂബിലേക്ക് നമുക്ക് സൈക്കിളിൽ പോകാൻ പറ്റില്ല, നമുക്ക് കാറിലേ പറ്റൂ. കാരണം ഒരു മല ഇങ്ങനെ കയറി പോകണം. അത്രയും ഉയരത്തിലാണ് അവരെ മക്ബറ ഉള്ളത്. അപ്പോൾ അവിടെയാണ് നമ്മൾ പോകുന്നത്. അവിടെ നമ്മൾ അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗം മാറിയ കുളമുണ്ട്, പിന്നെ അവരുടെ മക്ബറ ഉണ്ട്. അതെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ആ കാണുന്ന മലമുകളിൽ അങ്ങറ്റത്തെത്തണം നമ്മൾ കയറി അത്രയും ഹൈറ്റിൽ നമ്മൾ എത്തണം. എന്നാലേ നമ്മൾ അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മക്ബറയിൽ എത്തുള്ളൂ. നമ്മൾ ഇറങ്ങുമ്പോൾ ഏകദേശം ഉച്ചയായിന്. പക്ഷേ വലിയൊരു വെയിൽ നമുക്ക് തോന്നുന്നില്ല. വെയിലുണ്ടെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത തോതിലുള്ള വെയിലുള്ള, എന്നാൽ നേരെ തോതിലൊരു തണുപ്പും നമുക്കുണ്ട്. ഖരീഫ് സീസണിലാണെങ്കിൽ നല്ല ചെറിയൊരു ചാറ്റൽ മഴയും ഇതൊക്കെ നമുക്ക് കിട്ടുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇതിങ്ങനെ കയറി പോകുമ്പോൾ, മല ഇങ്ങനെ കയറി പോകുമ്പോൾ 2 സൈഡിലും പിന്നെ ഒരുപാട് ഒട്ടകങ്ങൾ, ആട്, പിന്നെ പശുക്കളെല്ലാം ഇങ്ങനെ മേയുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് നമ്മളിങ്ങനെ ഒട്ടകങ്ങളെല്ലാം കണ്ട് റോഡ് സൈഡിലായിട്ട് ഭയങ്കര രസമുണ്ട് അതിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ഒരു ചെറിയൊരു കഥ. തെറ്റുകളുണ്ടാവാം, പക്ഷേ എനിക്കറിയുന്ന രൂപത്തിൽ ചെറിയൊരു കഥ ഞാൻ ഒരു സ്റ്റോറിയാക്കി പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരെല്ലാവരും പോയി കാണണം. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് ഇട്ട് തരണം. കറക്റ്റ് അല്ലെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്ത് തരണം. കാരണം ചിലപ്പോൾ ഞാൻ അറിയുന്നതായിരിക്കില്ല മറ്റുള്ളവരുടെ അറിവ്. നമുക്ക് അറിവ് ഏത് രീതിയിലും നമുക്ക് കിട്ടുന്നത് അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു ചെറുകഥ എനിക്കറിയുന്ന രീതിയിൽ, ഞാൻ പഠിച്ച രീതിയിൽ ചെറിയൊരു കഥ എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ചെറിയൊരു വീഡിയോ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. എല്ലാവരും പോയി കാണണം. എല്ലാവരും വീഡിയോ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാര്യത്തിനും നമുക്ക് വിജയമുള്ളൂ. അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം. ഞങ്ങളിതാ മല കയറി അങ്ങ് മുകളിലെത്തി. അതിൻ്റെ ഇടയിലൊക്കെ ഞങ്ങൾ ഒട്ടകങ്ങളിങ്ങനെ കാണുന്നുണ്ട്.
അവന് ഭയങ്കര തൊഴിലടിച്ചിരിക്കുന്നു. നല്ല രസമുണ്ട് മാഷാ അല്ലാ. നമുക്കിതെല്ലാം വന്ന് കാണാൻ തന്നെ ഒരു ഭാഗ്യം വേണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചെറുപ്പം മുതലേ ഇങ്ങനെ യാത്ര ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഒന്ന് പിന്നെ പെണ്ണായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്കൊന്നും പറ്റാതിരുന്നത്. അത് തന്നെ ആയിരിക്കാം എന്നല്ല, അതുകൊണ്ടാണ് എനിക്ക് കുറേ കാര്യങ്ങൾ പറ്റാതിരുന്നത്. നമ്മളിതാ മക്കാമിലെത്തി. തട്ടയിടാൻ മടിയില്ല ആളാണ് ആമിന. അവിടെ എത്തിയപ്പോൾ ഒരു ഷാൾ എടുത്ത് ബാഗിൽ വെച്ചിട്ട് അവൾ തലയിൽ തട്ടെടുത്തിട്ടിടുന്നതാണ് കാണുന്നത്. ജബൽ അയ്യൂബ്. ഞങ്ങൾ മക്കാമിലോട്ട് കയറി. ആ സമയത്ത് ഇങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ പോകുന്ന ടൈമിന്. അവരെ കാൽപാദം ഒരു അടയാളം അവിടെ ഉണ്ട് പാറയിൽ. ഇങ്ങനെ അവർ വേറെ തന്നെ അന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. അയ്യൂബ് നബിൻ്റെ കാൽപാദം. ചെറിയൊരു പള്ളി കൂടിയുണ്ട് ഇതിന് അടുത്ത് തന്നെ. ചെറിയൊരു പള്ളി, രണ്ട് കിബിലയോട് കൂടിയുള്ള പള്ളിയാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇനിയും പറയുന്നത് തെറ്റുണ്ടെങ്കിൽ എനിക്കത് തിരുത്തി തരണം. എനിക്കറിയുന്ന രീതിയിൽ എൻ്റെ അറിവിലാണ് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. മാഷാ അല്ലാ. നമുക്ക് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഈ ഒരു മക്കാമിൽ വരിക. ഞാൻ ഒരുപാട് വീഡിയോസിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അയ്യൂബ് നബിൻ്റെ മക്കാമ്. പിന്നെ അയ്യൂബ് നബിൻ്റെ രോഗം ശിഫയായ ആ ഒരു കുളത്തിൽ വന്നിട്ട് ഒരു വട്ടമെങ്കിലും നമുക്ക് ആ ഒരു വെള്ളം ഒന്ന് ഇതാക്കണം, ഒന്ന് കാലും മുഖമൊക്കെ അതിൻ്റെ കഴുകണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും. ഞങ്ങളിവിടെ എത്തി, അയ്യൂബ് നബിൻ്റെ ഹളറത്തിലെത്തി, അയ്യൂബ് നബിൻ്റെ മക്കാമിൽ ഞങ്ങളെത്തി. അവിടുന്ന് സിയാറത്താക്കി. അവിടെ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. ഞാൻ അങ്ങോട്ടേക്ക് കയറിയില്ല. പെണ്ണുങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അവിടെ ആരും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ചിട്ട്. നമ്മളെ നാട്ടിലത്തെ പോലെ ഉസ്താദോ അല്ലെങ്കിൽ മറ്റുള്ള പിന്നെ എന്താ പറയുക ഈ നേർച്ച പണ്ടാരങ്ങളോ അങ്ങനെയുള്ള ഒരു പരിപാടിയും ഇവിടെ ഇല്ല. നമ്മൾ പോവുക, നമ്മളെ സങ്കടങ്ങൾ അവിടെ നിന്ന് പറയാം. നമ്മൾ സ്വയം ദുആന്ന് യാസീൻ ഓതി നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ ദുആ ചെയ്ത് നമ്മൾ തിരിച്ചു വരിക. ഇത് അദ്ദേഹത്തിൻ്റെ കാലടയാളാണ്. അത് വേറെ തന്നെ അവർ കെട്ടി, വെയിലായതുകൊണ്ട് ശരിക്കും കാണുന്നില്ല. ഇതാണ് വേറെ തന്നെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയുള്ള വ്യൂ ആണിത്. ഖരീഫ് സീസൺ ആണെങ്കിൽ ഭയങ്കര രസമായിരിക്കും എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഭയങ്കര ഒരു ചെറിയൊരു ചാറ്റൽ മഴയോട് കൂടിയാണ് എല്ലാ ടൈമും ഖരീഫ് സീസണിൽ ഉണ്ടാവുക. മാഷാ അല്ലാ. ഓരോ സ്ഥലം അല്ലാഹു തആല നമുക്ക് വേണ്ടി അണിയിച്ചൊരുക്കിയിട്ട് കാണുമ്പോൾ നമ്മൾ എത്ര നമ്മൾ അള്ളാഹിനെ സ്തുതിച്ചാലും മതിയാവില്ല. അത്രയേറെയാണ് നമുക്ക് വേണ്ടിയിട്ട് പഠിച്ചോന് ഈ ഭൂമി നമുക്ക് അലങ്കരിച്ച് തന്നിട്ടുണ്ടെങ്കിൽ. പക്ഷെ അത് നമുക്ക് കണ്ണു തുറന്നൊന്ന് കാണാനോ അല്ലെങ്കിൽ അതൊന്ന് ആസ്വദിക്കാനോ അതിനൊന്നും ഇപ്പം നമുക്ക് ആർക്കും നേരെയില്ല. ഒരാൾക്കും ഇപ്പം നേരെയില്ല. എല്ലാവരും ഈ പറയുന്ന ഞാനടക്കമാണെങ്കിൽ എല്ലാവരും ജീവിതത്തിൻ്റെ തിരക്കിൽ ഇങ്ങനെ ഓടുക. നമ്മളെ എന്താ പറയുക, നമ്മൾ ഈ ചീത്ത സമയം മാറിയിട്ട് ഞങ്ങൾക്ക് ജീവിതം ആസ്വദിക്കുക അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങൾ പോയി കാണാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നടക്കില്ല. നമ്മൾ നേരെ അവിടെ നിന്ന് അദ്ദേഹം കുളിച്ച കുളം ഈ മലേൻ്റെ താഴത്തോട്ട് ഇറങ്ങി പോകണം. ഈ കാണുന്ന സ്റ്റെപ്പ് ഇറങ്ങി അങ്ങ് താഴെ പോയി കഴിഞ്ഞാലാണ് കുളം കിട്ടുക. നമ്മളവരോട് ചോദിച്ച് താഴത്തോട്ട് ഇറങ്ങി പോയിട്ട് കുളത്തിൽ പോയിട്ട് നമുക്ക് വരാം. ഓക്കെ. എൻ്റെ വർത്തമാനത്തിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടോ മറ്റോ പരിചയമുള്ള ആളൊന്നുമല്ല, പുതിയതാണ്. ശരിയാവും ഇൻഷാ അല്ലാ. നല്ല വെയിലുണ്ട്, പക്ഷേ എന്താ പറയുക, നമുക്ക് അവിടെ കാണണം ആ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ. നമുക്ക് ഇത്രയും നമുക്ക് ദൂരം താഴത്തേക്ക് ഇറങ്ങിപ്പോകണം. താഴത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊന്ന് ഈ കുന്ന് ഇറക്കമായതുകൊണ്ട് ഒരു കാലിങ്ങനെ ഒരു എന്താ പറയുക താഴത്തോട്ട് ഇങ്ങനെ ആ ഒരു ഫീൽ നമ്മൾ അറിയുന്നുണ്ട്. അത്രയും താഴത്തോട്ടാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. ഇതിൻ്റെ കറക്റ്റ് അളവോ ഇതൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് അതൊന്നും ഞാനിവിടെ പറയുന്നുമില്ല. അത്രയും നമ്മൾ താഴത്തോട്ട് ഇറങ്ങി ഇവിടുത്തെ കുളം ഞാൻ ഖരീഫ് സീസണിൽ സലാലയിലെ വീഡിയോസിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടതാണ് ഇവിടുത്തെ കുളം. എനിക്കത് ഭയങ്കര ഒരു ആഗ്രഹമാണ് ഈ കുളത്തിൽ വന്നിട്ട് എനിക്കൊന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ബാഗ് നമ്മൾ പാക്ക് ചെയ്തെടുത്തത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ആമിനാക്ക് ഇവിടെ നിന്ന് ഒന്ന് കുളിച്ചിട്ട്, അല്ലെ ആമിനാക്ക് കഴിയില്ലെങ്കിൽ ഹന്നാന് കുളിക്കാൻ പറ്റും. അവർക്കൊന്ന് കുളിച്ചിട്ട് അവിടെ നിന്ന് വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒട്ടകങ്ങൾ ഇങ്ങനെ മേയുന്നുണ്ട്, പക്ഷെ അത്രയും ദൂരമാണ്, ഇത് കാണുന്നില്ല. അത്രയും ദൂരമാണ് ഈ മല. നമ്മൾ സൂം ചെയ്തിട്ട് കാണിക്കുന്ന പോലെയല്ല, അത്രയും ദൂരമുണ്ട്. അത് ശരിക്കും കാണുന്നില്ല. അവിടെയെല്ലാം ഒട്ടകങ്ങളും പശുക്കളും ഇങ്ങനെ മേയുന്നുണ്ട്. നമ്മളങ്ങനെ താഴെ ഇറങ്ങി പോകുന്നുണ്ട്.
നല്ല വെയിലുണ്ട്, പക്ഷെ നമുക്കതൊന്നും ഒരു വിഷയമായിട്ട് തോന്നിയിട്ടേ ഇല്ല. അത്രയും ഒരു എന്താ പറയുക, പടച്ചവൻ്റെ ഒരു അത്ഭുതം കാണാൻ നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം. ഇവിടെയൊക്കെ ചെറുതായിട്ട് എനിക്ക് തോന്നി ഇരിക്കാനുള്ള ചെറിയൊരു എന്താ പറയുക, വിശ്രമിക്കാനൊരു ചെറിയൊരു കുടിൽ പോലെ ഇങ്ങനെ കെട്ടിയിട്ട് കാണുന്നുണ്ട്. കറക്റ്റ് എനിക്കറിയില്ല, അത് തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഇരിക്കാനോ ആവാനോ ഒന്നിനും നിന്നില്ല, നമ്മൾ നേരെ ഇറങ്ങിപ്പോയി. ഒന്നാമത് ഇവിടെ ഒന്നും ആരും കാണുന്നില്ല, അതിൻ്റെ ഒരു ചെറിയൊരു പേടിയുണ്ട്. ഫസ്റ്റ് ടൈമാണ്, അപ്പോൾ ആൾക്കാരും കാണുന്നില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഇറങ്ങുന്ന ടൈമിന് അപ്പോൾ താഴെ എത്തിയപ്പോൾ ഒരു 2 പേരെ കണ്ട്, ഹിന്ദിക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കയറി ഇങ്ങ് വരുന്ന അവർ കുളത്തിൽ പോയിട്ട് സിയാറത്ത് കഴിഞ്ഞ് അവർ കയറി വരുന്നതിനും നമ്മൾ പോയ ടൈമിന് ആരും ഉണ്ടായിട്ടില്ല അവിടെ. ഇത് കാണുന്ന പോലെയല്ല കേട്ടോ, നല്ലോണം താഴത്തോട്ട് ഇങ്ങനെ ഇറങ്ങി പോകണം, എന്നാലേ നമ്മൾ അവിടെ എത്തുള്ളൂ. ഒരു പരിധി കഴിഞ്ഞപ്പം ഞാൻ ചെറുതായിട്ടൊരു പേടിയായി, കാരണം എത്രയും നമ്മൾ താഴെ വന്നിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ എന്നുള്ളൊരു പേടിയായി. അതെ, അവിടെയൊക്കെ ഒട്ടകങ്ങളും പശുവും ഒക്കെ മേയുന്നുണ്ട്, അവിടെ എല്ലാം ഉണ്ട്. വീഡിയോസിൽ കറക്റ്റ് കാണുന്നില്ല. മാഷാ അല്ലാഹ്, ഇതല്ലേ പഠിച്ചവൻ്റെ കുതിരത്ത്. ഇത്രയും എന്താ പറയുക, ഇത്രയും ഒരു കുന്നിൻ ചെരുവിൽ, അത് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഇത്രയും റോഡ് സൗകര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ താഴത്തോട്ട് ഇറങ്ങി പോകാൻ ഈ സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം നമുക്കുണ്ടായി. അതാണ് അയ്യൂബ് നബിൻ്റെ കുളം. നമ്മളത് ഇവിടെ നിന്ന് കാണുന്നത്. അത്രയും നമ്മൾ ഇനി താഴെ ഇറങ്ങിപ്പോകണം, ഇത് ചുറ്റി ഇറങ്ങണം. പക്ഷേ അയ്യൂബ് നബിയെല്ലാം ആ ഒരു വരുന്ന ടൈമിന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ എത്രത്തോളം കാടും കുന്നും മലയും കയറിയായിരിക്കും അദ്ദേഹം ഇവിടെ എത്തി ആ ഒരു ജീവിതമൊക്കെ എങ്ങനെയായിരിക്കുമെന്ന്. അത്രയേറെ ദുരിതം, നബിമാരിൽ വെച്ചിട്ട് ഏറ്റവും കഠിനമായ പരീക്ഷണം അനുഭവിച്ച ഒരു നബിയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. ആ നബീൻ്റെ ഒന്നും ഒരു അംശം പോലും നമുക്കൊക്കെ ഈമാൻ്റെ ഒരു പവർ നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ 1% പോലും നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ജീവിതത്തിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. നമുക്കൊന്ന് ക്ഷമ എന്ന് പറയുന്ന സാധനം നമുക്കൊന്നും പഠിച്ചോൻ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് ഒരു പരീക്ഷണം തന്നാൽ അടുത്ത പരീക്ഷണത്തിൽ നമ്മൾ ആകെ തകർന്ന് നമ്മൾ ഇല്ലാണ്ടായിപ്പോവും. നമുക്ക് മുമ്പോട്ടേക്ക് ഞാൻ പറയാം, നമുക്ക് ജീവിതത്തിനോട് ഒരുപാട് ആശ ഉള്ളതുകൊണ്ട്, കൊതിയുള്ളത് കൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ അങ്ങനെ ആയിപ്പോകുന്നത്. ഇനിയും ഒരുപാട് സ്റ്റെപ്പുകൾ ഇറങ്ങാനുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ടയേർഡായി. ഇപ്പോൾ ഇറങ്ങൽ സൂപ്പറായിട്ട് ഞാൻ ഇറങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ താഴ്ന്ന് മുകളിലോട്ടേക്ക് കയറണ്ടേ. നമ്മളിതാ അവിടെ എത്തി, അയ്യൂബ് നബിൻ്റെ കുളത്തിൽ അവിടെ എത്തി. അവിടെ നിന്ന് ഇങ്ങനെ ചാല് പോലെ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പശുക്കളാ ഇതെല്ലാം വരുന്നതാണെന്ന് തോന്നുന്നു. അതെല്ലാം ചാണകം ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ പോയ ടൈമിന് എന്താ പറയുക, ആരും ഇല്ലാണ്ടായി. നമുക്ക് ഒന്ന് കുളത്തിലിറങ്ങി കുളിക്കാനോ, നമുക്കല്ലേ അണ്ണാന് പറ്റും, അവന് ചെയ്യാൻ പറ്റും. നമ്മൾ ഇറങ്ങി അങ്ങനെ ലാസ്റ്റ് ഇതാ കുളത്തിൻ്റെ അടുത്ത് എത്തി. മാഷാ അല്ലാഹ്, നമുക്ക് ഭയങ്കര എന്താ പറയുക, ഇതെല്ലാം നമുക്ക് കാണാൻ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും കാണാൻ പഠിച്ചവന് ആഗ്രഹിക്കുന്ന ആക്കെല്ലാം പഠിച്ചവൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ്, അതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഒരു കാര്യം ആരും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളം അത്യാവശ്യത്തിന് നല്ല ആഴമുണ്ട് ആ കുളം. അപ്പം അങ്ങനെ നമുക്ക് മക്കളെ ഒറ്റക്കൊന്നും ഇറക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അവർ കുളിക്കാൻ ഡ്രസ്സ് എടുത്തത് വെറുതെയായി, അതൊന്നും നമ്മൾ ഇതാക്കിയില്ല. കുളിച്ചൊന്നുമില്ല, വെറുതെ കുളത്തിലിറങ്ങി കാലും മുഖമെല്ലാം കഴുകി. എന്ത് നല്ല തണുപ്പാണ്, ആ പാറക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളമായത് നല്ല തണുപ്പുണ്ടായിരുന്നു. ആമനാക്ക് വെള്ളം കണ്ടുകഴിഞ്ഞാൽ പണ്ടേ പ്രത്യേകത ഒരു സൂക്കേടാ, അങ്ങനെ വലിച്ച് കയറ്റില്ല വെള്ളത്തിൽ നിന്ന്. അവൾക്ക് അവൾക്ക് അവിടെ നിന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് അവൾ ആശിച്ച് വന്നത്. പക്ഷേ അവിടെ നിന്ന് ആളില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വിട്ടില്ല. ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ, വെള്ളത്തിനും തണുപ്പുണ്ട്, മൊത്തത്തിൽ നല്ലൊരു തണുത്ത കാറ്റും വീശുന്നുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ രോഗം മാറിയൊരു കുളം. അവർ രണ്ടുപേരും അതിലിറങ്ങി കാലും മുഖമെല്ലാം കഴുകി, ഞാനും ഇറങ്ങി. അതുപോലെ തന്നെ കാലും മുഖവും മാത്രം കഴുകി. പിന്നെ ഒരു കുപ്പിയിൽ വെള്ളം എടുത്ത് എൻ്റെ മാപ്പിളക്ക് കൊണ്ടു കൊടുക്കണം.
പുഴയും കണ്ടിട്ട് നമ്മൾ തിരിച്ച് കയറുകയാണ്. അയ്യോ മൊത്തം താഴ്ന്നിട്ട് ഇവിടെ മൊത്തം കയറി പോണം. സത്യം നമ്മൾ തിരിച്ച് കയറി വന്ന് എൻ്റെ നല്ല കിതപ്പുണ്ടാകും. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ 78 ലാസ്റ്റ് ഞാൻ നോക്കിയത്. ആ തടി തന്നെയാണ് എൻ്റെ എന്താ പറയുക ഇൻസൾട്ടിങ്. എന്ത് കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാലും ചെറുപ്പം മുതലേ അത്യാവശ്യം കുറച്ച് ആ ഒരു ലെവലിൽ തന്നെയാണ് ഞാൻ എന്ത് ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അയ്യേ തടിച്ച് എനിക്കൊന്നും നിന്നെക്കൊണ്ടൊന്നും പറ്റൂല, വേണ്ടാത്ത പണിക്ക് പോവണ്ട. ഇനി സൈക്കിളെല്ലാം എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമാണ്. പക്ഷെ ചെറുതിലൊന്നും ഞാൻ ചവിട്ടി പഠിച്ചിട്ടില്ല. ആ സമയത്ത് ചെറുതിലൊന്നും ഇത്ര തടിയില്ല, പക്ഷെ എന്നാലും ആ ഒരു ടൈമിന് എനിക്ക് ഇൻസൾട്ട് തന്നെയാണ്. എന്നെക്കൊണ്ട് പറ്റാത്ത പണിക്ക് നീ പോവണ്ട, സൈക്കിൾ ഒടിഞ്ഞു പോകും, സൈക്കിളിൻ്റെ റിമ്മ് ഒടിഞ്ഞു പോകും. എന്നാലും മാഷാ അല്ലാ പഠിച്ചെത്തിച്ചിട്ട് സൈക്കിളിൽ തന്നെ. അങ്ങനെ നമ്മൾ നേരെ റൂമിലിട്ട് പോവുകയാണ്. നമുക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. രാവിലെ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയതാണ്. നേരെ റൂമിൽ പോയി ഫുഡ് എന്തെങ്കിലും കഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് കഴിഞ്ഞാൽ ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇന്ന് നാളെയും കൂടി നമ്മളിവിടെ സലാലയിൽ ഉണ്ടാവുള്ളൂ. പരിപാടിക്ക് വൈകുന്നേരം പോകണം. അതുവരെ ഒന്ന് റെസ്റ്റ് എടുക്കണം. വീഡിയോ എല്ലാവരും മാക്സിമം ഒന്ന് കണ്ടിട്ട് ഒരു സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക്